വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ ചെന്നിത്തലയുടെ പ്രതികരണം. ഇരകൾക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തതെന്ന് ചെന്നിത്തല. വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് പിൻവലിക്കണമെന്നും ചെന്നിത്തല. അതേസമയം അഭിഭാഷകരുടെ നടപടി ഇത്തരത്തിൽ തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പരാമർശങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. വനിതാ മാധ്യമ പ്രവർത്തകരുടെ ഈ വിഷയം ഇന്നിപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഉപക്ഷേപമായി ഉന്നയിച്ചത്. ഇതിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് നഗ്നമായും പത്രസ്വാതന്ത്ര്യത്തിന്റെ ഒരു ലംഘനം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇരകൾക്കെതിരെ കഴിഞ്ഞ ദിവസം മഞ്ചൂർ കോടതിയിലുണ്ടായ സംഭവത്തിൽ ഇരകൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഇടപെട്ടിട്ടും ഇതിൽ ഒരു നടപടി ഉണ്ടാകാത്ത കാര്യം അത് തീർത്തും ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ കേസെടുത്ത വിഷയത്തിൽ അത്തരത്തിലൊരു കള്ളക്കേസ് അത് ഉടനടി തന്നെ പിൻവലിക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. ചില വാർത്തകൾ കോടതികളിൽ നിന്നും പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില അഭിഭാഷകരുണ്ട്. ആ സംഘമാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനും മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിഭാഷകർക്കെതിരെയുള്ള നിലപാട് അദ്ദേഹവും കടുപ്പിക്കുകയുണ്ടായി. തീർത്തും പ്രശ്നം ഇത്തരത്തിൽ തുടരുന്നത് ന്യായീകരിക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. ഇത്തരത്തിൽ കോടതി നടപടികൾ മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ അത് തീർത്തും ഖേദകരം തന്നെയാണ്. ഒരു കൂട്ടർക്ക് മാത്രം ഒരു നിയമവും ബാധകമല്ല എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഇത്തരം നിലപാടുമായി ഒരു സംഘം അഭിഭാഷകർ മുന്നോട്ട് പോകുകയാണെങ്കിൽ കൂടുതൽ കർക്കശമായ നടപടിയെടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകർ ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിരുന്നില്ല. മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഭിഭാഷകർക്കെതിരെ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം അഭിഭാഷകനായ ആനേറ ഷാജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 4 മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ഇതിൽ 2 വനിതാ മാധ്യമപ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ പോസ്റ്റർ പതിപ്പിച്ച് വനിതാ മാധ്യമപ്രവർത്തകരെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകിയിരുന്നു വനിതാ മാധ്യമപ്രവർത്തകർ. ആ പരാതി തനിക്ക് ലഭിച്ചതായും അത് DGPക്ക് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ അതിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കേസ് പിൻവലിക്കുന്നതടക്കമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. സോമി. ഷീജ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ശക്തമായ താക്കീത് അഭിഭാഷകർക്ക് നൽകിയതാണ്. കോടതിയിൽ ആര് കയറണം ആര് കയറണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അഭിഭാഷകരല്ല എന്ന തരത്തിലൊക്കെ വളരെ ശക്തമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്നതാണ്. തുടർന്നും ഇത്തരത്തിലൊരു സമീപനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്രയൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടും ഇതിനൊരു ഒത്തുതീർപ്പിലേക്ക് എത്താതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന തരത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയുകയുണ്ടായോ? സ്വാമി, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഈ രീതിയിൽ തന്നെയാണ്. ഇത്തരം ഒരു കൂട്ടർക്ക് മാത്രം ഒരു നിയമവും ബാധകമല്ല എന്ന തരത്തിൽ പോകുന്നത് അത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിലപാടുമായി മുന്നോട്ട് പോകുന്ന അഭിഭാഷകർക്കെതിരെ കൂടുതൽ കർക്കശമായ നടപടിയെടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് പ്രത്യേകിച്ചും പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയതുപോലെ തന്നെ ഇത്തരത്തിൽ ആണ് അഭിഭാഷകരുടെ നടപടിയുമായി അഭിഭാഷകർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനെ ശക്തമായി തന്നെ നേരിടും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. സ്വാമി, ഇപ്പോൾ മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ ചേരുന്നുണ്ട്. സെബാസ്റ്റ്യൻ പോൾ, വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ ഇന്ന് സഭയിലും വളരെ ശക്തമായ രീതിയിലാണ് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇരകൾക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തതെന്നാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയവുമായി മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള പ്രശ്നത്തെ ഒത്തുതീർപ്പാക്കാൻ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും ഇത് ഇപ്പോഴും ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നില്ല. ഈ പ്രശ്നം ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യം. എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം ഇതിനോട്? അല്ല, ഈ പ്രശ്നം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ തോതെന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മുതൽ താഴോട്ട് എല്ലാവരും ഇതിൽ ഇടപെട്ടിരിക്കുന്നു, നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അഭിഭാഷകർക്ക് അവരുടെ നിലപാടിന്റെ ഒരു അസാംഗത്യവും അതിന്റെ അധാർമികതയും തെറ്റും നിരവധി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു അയവ് ഇപ്പോഴും വന്നിട്ടില്ല. അവരുടെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല.
അവരുടെ നിലപാടിൽ മാറ്റം വരുന്നതിൽ ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കടുത്ത നടപടി അവർക്കെതിരെ ഉണ്ടാവണം. ആ നടപടി സ്വീകരിക്കേണ്ടത് ബാർ കൗൺസിലാണ്, ജഡ്ജിമാരാണ്. കോടതിയിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന അഭിഭാഷകർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കി കൊടുത്താൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിനു പകരം ഇപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കോടതി മുറിക്കകത്ത് ആക്രമണം ഉണ്ടായി. അവർ പരാതി നൽകി, അവരാണ് പരാതിക്കാർ, അവരാണ് ഇരകൾ. അതിനു പകരം അവരെ പ്രതികളാക്കി പോലീസ് കേസെടുക്കുമ്പോൾ യാന്ത്രികമായി ആരുടെയെങ്കിലുമൊക്കെ പരാതി കിട്ടിയാൽ കേസെടുക്കുക എന്നത് മാത്രമല്ല പോലീസിന്റെ ചുമതല. പോലീസ് അന്വേഷണം നടത്തണം, ഉചിതമായ നടപടി സ്വീകരിക്കണം. ഇപ്പോൾ നിയമസഭയിൽ ഈ വിഷയം വന്നിരിക്കുകയാണ്. കേരള നിയമസഭയിൽ ഈ വിഷയം ചർച്ച വരുന്നു. മുഖ്യമന്ത്രി നേരത്തെ ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പത്രപ്രവർത്തക യൂണിയൻ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വളരെ കടുത്ത ഭാഷയിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും എല്ലാം പറഞ്ഞിട്ടും ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്, അതിന് പരിഹാരം എന്നത് ഈ വർത്തമാനം മാത്രമല്ല, പ്രവൃത്തി ഉണ്ടാകണം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. അതുതന്നെയാണ് ഇന്ന് ചെന്നിത്തല നിയമസഭയിലും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇരകൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. എന്ത് ന്യായമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉയർന്നാൽ? അല്ല, പ്രതിപക്ഷ നേതാവിന്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. വനിതാ മാധ്യമ പ്രവർത്തകർ കോടതി മുറിക്കകത്ത് അഭിഭാഷകരെ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര അപഹാസ്യമാണ്. ആ പരാതിയുടെ പേരിൽ കേസെടുത്ത പോലീസ് സ്വയം അപഹാസ്യരാകുകയാണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, യാന്ത്രികമായി ഒരു പരാതി കിട്ടുന്നു, ആ പരാതിയിൽ യാന്ത്രികമായി നടപടി സ്വീകരിക്കുക, അതല്ലല്ലോ പോലീസിന്റെ ചുമതല. ഇവിടെ നമ്മുടെ അഭിഭാഷകരാണല്ലോ ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ അസോസിയേഷന്റെ ഉയർന്ന ഭാരവാഹികൾ തന്നെയാണ് പരാതിക്കാർ. അവർക്ക് എങ്ങനെ സാധിക്കുന്നു, നിയമം അറിയാവുന്ന, നിയമം പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർക്ക് എപ്രകാരം ഈ രീതിയിലുള്ള പരാതികൾ നൽകാൻ കഴിയുന്നു? അത് കള്ളപ്പരാതിയാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പൊ എവിടെയോ എന്തോ മൗലികമായ ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞു. ആ തകരാറ് ഇനിയും പരിഹൃതമായിട്ടില്ല. വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ജേക്കബ് ജോർജ് കൂടി വാർത്തയോട് പ്രതികരിക്കുന്നതിനായി ചേരുന്നുണ്ട്. ജേക്കബ് ജോർജ്, അഭിഭാഷക മാധ്യമ തർക്കം ഇന്ന് നിയമസഭയിലും ചർച്ചയായിരിക്കുകയാണ്. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ എടുത്ത വധശ്രമ കേസ് ആണ് ഇന്ന് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇരകൾക്ക് നീതി കിട്ടാത്ത ഒരു സമീപനമാണ് ഉണ്ടാകുന്നത് എന്നാണ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞത്. വലിയ തരത്തിലുള്ള ഇടപെടലുകൾ പല ഭാഗത്തു നിന്നും അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നടക്കുന്നുണ്ട്. എങ്കിൽ പോലും അതൊന്നും ഒരു ഫലത്തിലേക്ക് എത്തുന്നില്ല എന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഇത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ, അതേപോലെ സംസ്ഥാന മുഖ്യമന്ത്രി, സംസ്ഥാന ഗവർണർ, സുപ്രീം കോടതി പോലും എങ്ങനെ ഇന്ത്യയിലെ കേരളത്തിലെ ജനാധിപത്യ ജുഡീഷ്യൽ കേന്ദ്രങ്ങളൊക്കെയും ആവശ്യപ്പെട്ടിട്ടും കർശനമായ നിർദ്ദേശം നൽകിയിട്ടും ഒരു വിഭാഗം അഭിഭാഷകർ മാധ്യമ പ്രവർത്തകരെ കയറിയാൽ അടികൊടുക്കും, തല്ലി ഓടിക്കും എന്ന കാടൻ നിലപാടുമായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിയമസഭ കൂടി ഇങ്ങനെ ഇതേ വിഷയം കൈകാര്യം ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതും സ്വാഗതാർഹമാണ്. ജനാധിപത്യത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തിയ വാദങ്ങൾ, വനിതാ അഭിഭാഷകർക്ക് നേരെ പോലീസ് കൈക്കൊണ്ട കേസ്, തീർച്ചയായിട്ടും ഇതൊക്കെ അപലപനീയമാണ്. ഒരു സ്വതന്ത്ര ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും അനുവദിക്കാനാവാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും നിയമസഭയ്ക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ കൊടുക്കാം. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ശ്രദ്ധേയമായ രണ്ട് വിഷയമെന്ന് പറയുന്നത്, ഒന്ന് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് എതിരെ എടുത്തിരിക്കുന്ന വധശ്രമ കേസ് എന്നുള്ളതാണ്. ഇതിലെ രണ്ട് സാക്ഷികൾ എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്നത് ഒന്ന് ജഡ്ജിയാണ്, ഒന്ന് പോലീസാണ്. ഈ രണ്ടു ഭാഗക്കാരും നിലനിൽക്കെ തന്നെ ഇത്തരത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ വധശ്രമത്തിന് ഒരു കേസ് എടുക്കാൻ മാത്രം രീതിയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അത് കേരളത്തിലെ ഒരു വിഭാഗം പോലീസിന്റെ വീഴ്ചയാണ്. ഇത് കേസെടുത്ത പോലീസിന്റെ ഭാഗത്തുണ്ടായ അവരുടെ കൃത്യനിർവഹണത്തിലുണ്ടായ വീഴ്ചയാണ്. 1000-ലേറെ അഭിഭാഷകർ ജോലി ചെയ്യുന്ന വഞ്ചിയൂർ കോടതിയിൽ 3-4 പത്രപ്രവർത്തകർ, അതും ക്രിസ്റ്റീനയെ പോലെ വളരെ വളരെ സീനിയർ ആയിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ
അവിടെ കയറി ചെന്ന് അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പരാതി കൊടുത്താൽ അത് ഉടനെ എടുത്ത് കേസാക്കാൻ ഇവിടുത്തെ പോലീസിന് അത്രമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വയ്യാത്ത പോലീസാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മൾ ഖേദിക്കേണ്ടിയിരിക്കുന്നു. പോലീസിനെതിരെ നടപടിയെടുക്കാൻ ഗവൺമെന്റും പോലീസ് മേധാവികളും ഉടൻ തന്നെ തയ്യാറാവേണ്ടതാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. കോടതിയിലെ ചില വക്കീലന്മാർ കള്ളക്കേസ് കൊടുത്താൽ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനിരിക്കുകയാണോ കേരള പോലീസ് എന്ന് ചോദിച്ചു പോകേണ്ടിയിരിക്കുന്നു. ഇതിനും നിയമസഭയിൽ സർക്കാർ ഉത്തരം പറയേണ്ടതുണ്ട്. ശ്രീ ജേക്കബ് ജോർജ് ദയവായി തുടരുക. ഇപ്പോൾ PM മനോജ് കൂടി ചേരുന്നു. ശ്രീ PM മനോജ്, ഇവിടെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. കോടതിക്ക് ഉള്ളിൽ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ താങ്കളുടെ ശ്രദ്ധയിലും പെട്ടതാണ്. അഭിഭാഷകരുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്ക് എതിരെ കേസെടുത്തത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു വിഭാഗീയത അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ അത്ര ലളിതമല്ല വിഷയം. ഈ വിഷയം ഒരു സംഭവം നോക്കുമ്പോൾ ലളിതമാണെന്ന് തോന്നും. ഇതിവിടെ കേസുണ്ടായിരിക്കുന്നു, കൗണ്ടർ കേസ് ഉണ്ടായിരിക്കുന്നു. ഈ തുടരെ വളരെ ബോധപൂർവമുള്ള പരിഹാര നടപടികളിൽ തൃപ്തരാവാതെ അല്ലെങ്കിൽ അതുമായി സഹകരിക്കാതെ വീണ്ടും ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇടപെടലുണ്ടാകുന്നു. അവിടെയാണ് യഥാർത്ഥ വിഷയം. ഇപ്പൊ കേസ് കോടതിക്കകത്ത് അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ പരാതി നൽകി കേസ് കൊടുത്തു. ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അഭിഭാഷകർ മറ്റൊരു കൗണ്ടർ കേസ് കൊടുക്കുകയാണ്. ഇത് നാട്ടിൽ സാധാരണ നടക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ആ ഒരു ലളിതമായ അത്തരമൊരു അവസ്ഥയിൽ നിന്ന് ഭിന്നമായി ഇവിടെ നാട്ടിലെ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസിനെ പോലും ഇതിൽ വലിച്ചിഴച്ച് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്താൻ കുറച്ച് അഭിഭാഷകരെങ്കിലും തയ്യാറാവുന്നു എന്നും അതിനെ അതേ രീതിയിൽ തിരിച്ചടിക്കാൻ മാധ്യമപ്രവർത്തകരിൽ ചിലരെങ്കിലും തയ്യാറാവുന്നു എന്ന വസ്തുതയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതിന് റൂട്ട് കോസിലേക്ക് പോകണം. റൂട്ട് കോസ് കൊച്ചിയിലാണ്. ആ കൊച്ചിയിലെ ഒരു അഭിഭാഷകൻ ഒരു സ്ത്രീയെ കയറി പിടിക്കുന്നു, അതിന്റെ പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു, അത് വാർത്തയാവുന്നു. ആ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ വാർത്തയിൽ വന്ന തെറ്റ്, ആ തെറ്റ് വെച്ചിട്ടാണ് അവിടെ കുഴപ്പം തുടങ്ങുന്നത്. ആ കുഴപ്പം പിന്നീട് മൂർച്ഛിച്ച് കേരളത്തിലെ അഭിഭാഷക സമൂഹം ഒരു ഭാഗത്തും മാധ്യമ സമൂഹം ഒരു ഭാഗത്തും നിന്ന് പരസ്യമായി അലക്കുകയും വെല്ലുവിളിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തി. അത് പരിഹരിച്ച് ആ വിഷയം പരിഹരിക്കാനുള്ള ഇടപെടലാണ് ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, മുഖ്യമന്ത്രി നേരിട്ട്, അഡ്വക്കേറ്റ് ജനറലിന്റെ ഭാഗത്തുനിന്ന് ഒക്കെ ഉണ്ടായത്. അത്തരം ഒത്തുതീർപ്പ് ശ്രമങ്ങളെ പോലും വിലവെക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യതയിൽ എത്തണമെന്ന ആഗ്രഹം ഇല്ലാതെ നടത്തുന്ന അവിവേകപൂർണമായ ഇടപെടലുകളും അതിന്റെ ഭാഗമായിട്ടുള്ള ചാബല്യങ്ങളുമാണ് ഇവിടെ കാണുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ കുറ്റപ്പെടുത്തേണ്ട അവസ്ഥയല്ല. പോലീസ് സ്വാഭാവികമായും പരാതി കിട്ടിയെന്ന് പറഞ്ഞാൽ വക്കീൽമാരാണ്, അഭിഭാഷകരാണ്, ജഡ്ജിയാണ് സാക്ഷി. സ്വാഭാവികമായും നിയമപരമായ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് നിയമപരമായി നീങ്ങാൻ കഴിയും. എന്നാൽ ആ നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവണത, ആ പ്രവണതക്കെതിരായിട്ടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ശ്രീ PM മനോജ്, അന്ന് കോടതിയിൽ നടന്ന സംഭവത്തിൽ പോലീസ് സാക്ഷിയാണ്, ജഡ്ജി സാക്ഷിയാണ്. എന്നിട്ട് പോലും ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സമീപനത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അല്ല, ഓരോ പരാതിയുടെയും അടിസ്ഥാനത്തിലാണല്ലോ കേസുകൾ ഉണ്ടാവുന്നത്. ഇപ്പോ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും 100% നീതിനിഷ്ഠമായാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല. പോലീസിൽ ഒരുപാട് പുഴുക്കുത്തുകളുണ്ട്, പോലീസിൽ ഒരുപാട് കുഴപ്പക്കാരുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സ്വാധീനത്തിന് വഴങ്ങിയാണോ അത്തരമൊരു കേസുണ്ടായെന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ സാധാരണ നിലയിൽ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ, അതായത് കേസ് ആർക്കെതിരായാണോ കൊടുത്തത് അവർ സ്വരക്ഷയ്ക്ക് വേണ്ടി കൗണ്ടർ കേസ് കൊടുക്കുക, അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കുക എന്നൊക്കെ നാട്ടിൽ നടക്കുന്നതാണ്. നമ്മളിപ്പോ പെട്ടെന്ന് മാധ്യമപ്രവർത്തകരുടെ ആയതുകൊണ്ട് നമുക്ക് വൈകാരികമായിട്ട് അത് സമീപിക്കാൻ തോന്നുന്നേ ഉള്ളൂ. എന്നാൽ അത്തരം പ്രവണത ആരാണോ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ആരാണോ അതിന്റെ പിന്നിലുള്ളത്, അത് 1, 2, 3 എന്ന് പറഞ്ഞ് അത് പുറത്തു കൊണ്ടുവരികയും അവരെ വിചാരണ ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ മാധ്യമങ്ങൾ അതാണ് വേണ്ടത്. നമ്മൾ വൈകാരികമായിട്ട് അയ്യോ അങ്ങനെ ഒരു കേസെടുത്തല്ലോ, ആ കേസെടുത്തോടെ എല്ലാം തകർന്നു പോയല്ലോ എന്നല്ല ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് എന്താണ് ഇതിന്റെ കാരണം. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയിൽ നടന്ന സംഭവം എന്താണ് പറഞ്ഞത് പുറത്ത്? അന്ന് EP ജയരാജനുമായി ബന്ധപ്പെട്ട കേസ് അവിടെ ചർച്ച ചെയ്യുന്നു. വല്ല വാസ്തവം ഉണ്ടായിരുന്നോ? കേസ് അവിടെയുണ്ട്. പക്ഷെ ആ കേസ് ഏതെങ്കിലും തരത്തിൽ അഭിഭാഷകർക്കും മാധ്യമപ്രവർത്തകർക്കും തമ്മിലുള്ള യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ആ കേസിന്റെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കുമോ?
അപ്പൊ നമ്മുടെ യുക്തിയെയും നമ്മുടെ വിവേകത്തെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കുകയും ഇതിന് മറ്റു മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. നിയമസഭയിൽ ശ്രീ ചെന്നിത്തല ആ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്നതിന് പകരം അതിന് മറ്റൊരു തലം നൽകുക, എന്നിട്ട് അതിന്റെ പേരിൽ കഥ ചമയ്ക്കുക. അതല്ല വേണ്ടത്. ഇവിടെ വേണ്ടത് മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി നിർഭയമായി തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിനുള്ള സാഹചര്യം ഒരുക്കണം. അതിനാണ് ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നത്. അതിന് വിഘാതമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെയും ഒറ്റപ്പെടുത്തി കണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുകയും വേണം. അതല്ലാതെ നമ്മൾ വൈകാരികമായിട്ടുള്ള ചർച്ച എവിടെയും നമ്മൾ എത്തിക്കില്ല. ശ്രീ പി എം മനോജ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് പലതരത്തിലുള്ള ഇടപെടലുകൾ പല ഭാഗത്തു നിന്നും തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. അല്ല, ഒത്തുതീർപ്പിലെത്തിയാലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലും പിന്നെയും പരിഹരിക്കപ്പെടാൻ പാടില്ല. വീണ്ടും വിഷയമുണ്ടാകണം, കഥകളും ഉപകഥകളും ചമയ്ക്കപ്പെടണം എന്ന വാശിയോടെ നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ കാണാതിരുന്നുകൂടാ. അതുകൊണ്ടാണ് കോടതിയിൽ ഉണ്ടായ ഒറ്റപ്പെട്ട സംഭവം പോലും EP ജയരാജനുമായി ബന്ധപ്പെട്ട് കഥയുണ്ടാക്കാൻ കുറെ ആളുകൾ തയ്യാറായത്. അത്തരം ദുഷ്ടശക്തികൾ, അത്തരം കുറുക്കന്മാരെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ പി എം മനോജ്. ഒപ്പം ജേക്കബ് ജോർജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വനിതാ മാധ്യമ പ്രവർത്തകർക്ക് എതിരെ വധശ്രമത്തിന് കേസെടുത്ത സംഭവത്തിൽ ചെന്നിത്തലയുടെ പ്രതികരണം ഇരകൾക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തതെന്നാണ് ചെന്നിത്തല ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. ഷീജയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.